അടുത്ത കാലത്ത് ഈ ഓൺലൈനായിട്ട് സൈക്കോളജി ഡിഗ്രി എടുത്ത ഒരാൾ എന്നെ കാണാൻ വന്നു. അയാൾക്കറിയേണ്ടത് അയാൾക്ക് മനഃശാസ്ത്രജ്ഞൻ, സൈക്കോളജിസ്റ്റ് എന്ന് ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാമോ എന്നതാണ്. അയാൾ പറഞ്ഞു അയാളൊരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. അതിൻ്റെ പ്രസിഡൻറ്റുമാണ് ഇയാൾ. അതായത് ഓൺലൈൻ വഴി സൈക്കോളജി മാസ്റ്റേഴ്സ് ബിരുദം എടുത്ത കുറേ പേർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു അസോസിയേഷനാണിത്. ഇയാൾ അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾക്ക് സൈക്കോളജി പ്രാക്ടീസ് ചെയ്തുകൂടെ? അപ്പം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളതുകൊണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു അസോസിയേഷനിൽ മെമ്പറായതുകൊണ്ട്, സൈക്കോളജിസ്റ്റിന് പ്രാക്ടീസിങ് ലൈസൻസ് കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളകത്താവും. ഇന്ത്യയിൽ ഇന്ന് ഈ ലൈസൻസിങ് സിസ്റ്റം നല്ലവണ്ണം നടപ്പാക്കപ്പെടുന്നില്ല. ഈ ലൈസൻസിങ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് മെഡിക്കൽ പ്രൊഫഷനാണ്. അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ഗവൺമെൻറ് ഈ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അടുത്ത കാലത്ത് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത കണ്ടു. ഒരു ഉത്തരേന്ത്യൻ സിറ്റിയിൽ ഒരാൾ 30 വർഷമായിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അടുത്ത കാലത്ത് അയാൾ സർജറി വരെ ചെയ്തു. കുറേ പേഷ്യൻസ് മരിച്ചു. അപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് മെഡിക്കൽ ഡിഗ്രി ഇല്ല. പക്ഷേ ഇയാൾ MD എന്നൊക്കെ ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്, സർജറി വരെ ചെയ്യുന്നു. 30 വർഷമായിട്ട് ഇയാൾ നടത്തുകയാണ്. ഈ നാട്ടിൻപുറങ്ങളിൽ ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ട്. ഒരാൾ ഒരു ദിവസം അനൗൺസ് ചെയ്യുന്നു, എനിക്ക് സൈക്കോളജി PhD കിട്ടിയെന്ന്. എൻ്റെ ഒരു മന്ത്രി വന്ന് അനുമോദന മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നു. പിറ്റേ ദിവസം ഇയാൾ സൈക്കോളജിസ്റ്റ് എന്നും പറഞ്ഞ് ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇയാളൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് PhD കിട്ടിയതെന്ന് ചോദിച്ചാൽ ശ്രീലങ്കൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണെന്ന് പറയും. അപ്പം നിങ്ങൾ ശ്രീലങ്കയിൽ പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ശ്രീലങ്കൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. അതെങ്ങനെ കിട്ടി? അത് ഞാൻ 3000 രൂപ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി. പക്ഷേ അയാൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് പോലീസൊന്നും പരിശോധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ സിറ്റുവേഷന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് കൊടുക്കണമെന്ന നിയമം പാസ്സായി. പക്ഷെ അതിനു വേണ്ടിയുള്ള ഒരു ബോഡി ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അതിനുള്ള സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞു. അത് ഏറ്റവും ശക്തമായിട്ടുള്ള ലൈസൻസിങ് സിസ്റ്റം ഉള്ളത് USA-യിലും കാനഡയിലുമാണ്. അവിടെ രജിസ്റ്റേർഡ് സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. സൈക്കോളജിയിൽ PhD ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ, ലൈസൻസ് ഉള്ള പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ 6 മാസമോ 1 വർഷമോ ഒക്കെ സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ പ്രോപ്പർ ലൈസൻസ് ഇല്ലാതെ സൈക്കോളജി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളകത്താവും. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ UK-യിലാണെങ്കിൽ ചാർട്ടേഡ് സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ലൈസൻസ് കൊടുക്കാൻ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു ബോഡിയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് സൈക്കോളജിസ്റ്റായിട്ട് UK-യിൽ പ്രാക്ടീസ് ചെയ്യാൻ വകുപ്പുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും ഒരു അസോസിയേഷനിൽ മെമ്പർ ആയതുകൊണ്ടോ നിങ്ങൾക്ക് സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാൻ വകുപ്പില്ല. ഈ ഹിപ്നോസിസ്
എല്ലാ രാജ്യങ്ങളിലും വളരെ പോപ്പുലറാണ്. ആളുകൾക്ക് ഹിപ്നോസിസിൽ വിശ്വാസമാണ്. അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റ് എന്നൊരു ലൈസൻസ് കൊടുക്കാറുണ്ട്. ഇത് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർമാർ, നഴ്സർമാർ തുടങ്ങിയവർക്ക് ഒരു ചെറിയ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്യാം. കാരണം പലരും ഹിപ്നോസിസ് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടും. സൈക്കോളജിസ്റ്റുകൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാം, അതിന് പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ലൈസൻസിങ് സിസ്റ്റം ഇല്ലാത്ത രാജ്യങ്ങളിൽ പലരും ഹിപ്നോട്ടിസ്റ്റ് എന്ന് ബോർഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചിലർ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി ഹിപ്നോട്ടിസ്റ്റ് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്തു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അയാൾ കണ്ടു. അപ്പോൾ ഇയാളും പിറ്റേ ദിവസം ബോർഡ് വെച്ച് പ്രാക്ടീസ് തുടങ്ങി. അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് ഹിപ്നോസിസ് പഠിച്ചിട്ട് ഹിപ്നോട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ചിലർ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് കോഴ്സ് എവിടെയെങ്കിലും പോയി അറ്റൻഡ് ചെയ്തിട്ടാണ് ഹിപ്നോട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഇവർക്ക് യാതൊരു ധാരണയില്ല. പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണ ഇതൊരു അപൂർവ സിദ്ധിയാണ്, വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഇതിനുള്ള ഒരു കഴിവുള്ളൂ. ഒരിക്കൽ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട പിന്നെ പ്രശ്നം അതോടെ തീർന്നു. ഈ മന്ത്രവാദി വന്നു കഴിയുമ്പം ഈ പിണിയാൽ തുള്ളിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. തുള്ളിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ എന്ന് ഒരു തെറ്റിദ്ധാരണ ഉള്ളതുപോലെയാണ്. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്തു കഴിഞ്ഞാൽ അതോടെ പിന്നെ പ്രശ്നം മുക്കാലും കഴിഞ്ഞു എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹിപ്നോസിസ് എന്താണ്, അതുകൊണ്ട് എന്താണ് ചെയ്യാവുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ഫലം എത്ര ദിവസം നീണ്ടു നിൽക്കും, ഇതുകൊണ്ട് സ്ഥിരമായ എന്തെങ്കിലും ഗുണമുണ്ടാകും, ഈ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ടുള്ള പ്രൊസീഡിയർ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇപ്പോൾ ഈ ആധുനിക മനഃശാസ്ത്ര മേഖലയിൽ നമ്മൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫലം ഒരു കാര്യം കൊണ്ട് കിട്ടിയെന്ന് വരും. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അതിനേക്കാൾ ദോഷകരമാണെന്ന് വരും. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ബിഹേവിയറിസമാണ്. ഈ സ്കിന്നറാണ് ഏറ്റവും അറിയപ്പെട്ട ബിഹേവിയറിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ അവസാന കാലമായപ്പോഴത്തേക്ക്, അതായത് 1970 സ്കിന്നറുടെ കീർത്തി ലോകം മുഴുവൻ പരന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് കൊണ്ടു കൊടുത്തു. എൻ്റെ അച്ഛൻ എന്നെ സ്കിസോഫ്രേനിക് ആക്കി എന്നായിരുന്നു ആ കേസ്. ഭയങ്കര എമൗണ്ട് കോമ്പൻസേഷനും ചോദിച്ചു. കാരണം ഈ മകൾ കുട്ടിയായിരുന്നപ്പോൾ മുതൽ സ്കിന്നർ ഈ കുട്ടിയെ കണ്ടീഷൻ ചെയ്യുമായിരുന്നു. ഈ കുട്ടിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ കുട്ടിയെ സ്കിന്നർ ബോക്സിനകത്തിട്ട് കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്കിന്നറിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു കഷ്ണം മുട്ടായി കൊടുക്കും, ഒരു മുട്ടായി കൊടുക്കും. സ്കിന്നറിന് ഇഷ്ടപ്പെടാത്ത പ്രതികരണം വരികയാണെങ്കിൽ ഒരു അടി കൊടുക്കും. ഇങ്ങനെ കുട്ടിയെ കണ്ടീഷൻ ചെയ്ത് സ്കിന്നറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വളർത്താൻ ശ്രമിച്ചു. അനന്തരഫലം കുട്ടി സ്കിസോഫ്രേനിക്കായിട്ട് മാറി. അപ്പോൾ ഈ ഒരു മനുഷ്യനെ ഒരു മൃഗമായിട്ട് ട്രീറ്റ് ചെയ്താൽ കുഴപ്പമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്കിന്നറിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഹിപ്നോസിസിൽ ഒരാളെ ഉറക്കുകയാണ് നമ്മൾ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സജഷൻ നടക്കണമെങ്കിൽ ഇയാൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകണം. ഈ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷനെ പറ്റിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.
കാരണം ഇയാൾ വീണ്ടും ഒരു ചെറിയ ഉറക്കത്തിലേക്ക് പോയിട്ടാണ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ കൊടുക്കുന്ന കാര്യം ആൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ആത്മവിശ്വാസം കുറവാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ആത്മവിശ്വാസം കൂടുതലുണ്ടായിരിക്കും എന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അത് നടക്കണമെങ്കിൽ ഇയാൾ ഒരു പകുതി ഉറക്കത്തിലായിരിക്കണം, എങ്കിലേ ആ സജഷൻ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ വീണ്ടും വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ സ്ഥിരമായിട്ട് ഈ ഒരു ബോധം കുറഞ്ഞ അവസ്ഥയിൽ തുടരേണ്ടി വരും. ഈ സ്പോണ്ടേനിയസ് റിക്കവറി എന്നൊരു സംഗതിയുണ്ട്. നമ്മളിപ്പോൾ ഏത് കാര്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, ഉദാഹരണമായിട്ട് ഒരു മദ്യപാനശീലം, ഇപ്പോൾ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളിനി മദ്യം കുടിക്കില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അത് ഒരു 10 ദിവസം ആ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ വർക്ക് ചെയ്തെന്ന് വരും. അപ്പോൾ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, വീണ്ടും പറയുന്നു, വീണ്ടും സജഷൻ കൊടുക്കുന്നു, നിങ്ങളിനി കുടിക്കില്ല. അപ്പോൾ വീണ്ടും ഒരു 10 ദിവസം കൂടെ പോയെന്ന് വരും, വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ തുടരെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് സംശോധനകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഹിപ്നോസിസിൻ്റെ ഹാങ് ഓവർ എല്ലാ സമയത്തും ഇയാളിൽ കണ്ടെന്ന് വരും. അതാണ് പ്രൊസീഡിയൽ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹിപ്നോസിസ് ശരിയായ ഒരു ചികിത്സാ രീതി അല്ല എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം കണ്ടെത്തി. ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിങ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു 8 വർഷമൊക്കെ പഠിക്കണം. 8 വർഷം പഠിച്ചെങ്കിലേ ഒരു മനഃശാസ്ത്രജ്ഞനായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ ആധുനിക പരിഷ്കൃത രാജ്യങ്ങൾ. പക്ഷേ ഒരു ക്ലിനിക്കൽ ഹിപ്നോട്ടിസ്റ്റായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോ നേഴ്സോ ആയിരിക്കണം. നിങ്ങൾക്കൊരു ചെറിയ ട്രെയിനിങ് മാത്രം മതി. അത് പൊതുജനങ്ങൾക്ക് ഹിപ്നോസിസിൽ അത്രയധികം താല്പര്യമുള്ളതുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ ഹിപ്നോസിസ് എന്ന് ഹിപ്നോട്ടിസ്റ്റ് എന്ന് ചില രാജ്യങ്ങളിൽ ലൈസൻസ് കൊടുക്കുന്നു. ഈ പൊതുജനങ്ങൾക്ക് ഈ മേഖലയിൽ ഒരുപാട് താല്പര്യം ഉള്ളതുകൊണ്ടാകാം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രൊഫഷണൽ ഡിവിഷൻസ് ഒരുപാടുള്ളതിൽ ഒരു ഡിവിഷനും ഹിപ്നോസിസ് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഉള്ള മനഃശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പേരും ഹിപ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണ് ചെയ്യുന്നത്.